ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലേ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ രണ്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് നമ്മൾ നോക്കി, മെഷീൻ ലെവൽ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലെവൽ ലാംഗ്വേജ്. then അതിൻ്റെ കമ്പാരിസണും പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണ് എന്നുള്ളതാണ്. ദെൻ ദ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ഹൈ ലെവൽ ലാംഗ്വേജ് ആൻഡ് ലോ ലെവൽ ലാംഗ്വേജ്. സോ ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് രണ്ടും വരും, മെഷീൻ ലെവലും അസംബ്ലി ലെവലും രണ്ടും വന്നിട്ട് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ഓക്കെ, ഇതുള്ളതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് C++, ജാവ, ആൻഡ്രോയിഡ്, ആർ ലാംഗ്വേജ് പോലുള്ള ലാംഗ്വേജ് എല്ലാം തന്നെ ഹൈ ലെവൽ ലാംഗ്വേജസ്. ഓക്കെ, സോ ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ദാറ്റ് അലൗസ് എ പ്രോഗ്രാമർ ടു റൈറ്റ് ദ പ്രോഗ്രാംസ് which are independent of a particular type of computer. Okay, so ഇപ്പോൾ മെഷീൻ ലാംഗ്വേജ് നമ്മൾ പഠിച്ചു. ഒരു മെഷീൻ എഴുതണമെന്നുണ്ടെങ്കിൽ ആ മെഷീനെ പഠിച്ച് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മെഷീൻ ലാംഗ്വേജ് എന്നുള്ളത്. സോ ഈ ഒരു മെഷീൻ ലാംഗ്വേജ് വേറൊരു കമ്പ്യൂട്ടറിൽ കൊണ്ടിട്ട് റൺ ചെയ്തെന്നുണ്ടെങ്കിൽ വർക്കാവില്ല. പക്ഷേ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതൊരു കമ്പ്യൂട്ടറിനോ ഏതൊരു മെഷീനോ വന്നിട്ട് ഡിപ്പെൻഡ് അല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ലാംഗ്വേജാണ്. The high level language are considered as high level because they are closer to human language than machine level language. So high level language വന്നിട്ട് ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സും സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ഹ്യൂമൻസിന്, അതായത് പ്രോഗ്രാമറിന് കുറച്ചും കൂടി ഈസി ആയി തുടങ്ങി. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രോഗ്രാമറുമായിട്ട് ക്ലോസ് ആണ്. Then when writing a program in high level language, the whole attention needs to be paid on the logic of the problem. That means നമ്മളിപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം എഴുതും. ഫോർ അഡീഷൻ ആയിരിക്കാം, സബ്ട്രാക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കോംപ്ലക്സ് കാൽക്കുലേഷൻ കാണാനായിരിക്കാം, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കാണാനായിരിക്കാം. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ, ആ പ്രോഗ്രാമർ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് ആ ഒരു പ്രോഗ്രാമിൻ്റെ ലോജിക്കിനെ കുറിച്ചായിരിക്കണം. ഓക്കെ, അതായത് ലോജിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ സിൻടാക്സ്, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അതിനെക്കുറിച്ചായിരിക്കണം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഓക്കെ, സോ ഈച്ച് ആൻഡ് എവറി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഹാവ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഓക്കെ, ഇപ്പോൾ C ആയിക്കോട്ടെ ജാവ ആയിക്കോട്ടെ രണ്ടിനും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതായത് പ്രോഗ്രാം എങ്ങനെ എഴുതണം. ഓക്കെ, സോ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് പറയുന്നതാണ് സിൻടാക്സ് എന്ന്. ഓക്കെ, ദെൻ അതിൻ്റേതായ കീവേഡ്സ് ഉണ്ടാവും. കീവേഡ്സ് എന്നാണ് മീൻ ചെയ്യുന്നത് ഈച്ച് ആൻഡ് എവറി വേർഡ് ഹാസ് സ്പെഷ്യൽ മീനിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ printf എന്നുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ മീനിങ് ആണ്. സോ printf എന്ന് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനകത്ത് എഴുതണമെന്നുണ്ടെങ്കിൽ കമ്പൈലറിന് അറിയാം അതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത്. സോ printf എന്നുള്ളത് കണ്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കമ്പൈലറിന് അണ്ടർസ്റ്റാൻഡ് ആവും. സോ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കീവേഡും നമ്മൾക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായ കീവേഡ്സും അതിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫോളോ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ്, ഹൈ ലെവൽ ലാംഗ്വേജ് ആർ ഡിസൈൻഡ് ടു ബി യൂസ്ഡ് ബൈ ദ ഹ്യൂമൻ ഓപ്പറേറ്റർ ഓർ ദ പ്രോഗ്രാമർ. സോ മെയിൻലി ഇത് പ്രോഗ്രാമറിന് ഏറ്റവും എളുപ്പത്തിൽ പ്രോഗ്രാംസ് എഴുതാൻ വേണ്ടിയിട്ടും പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈ ലെവൽ ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ഹൈ ലെവൽ ലാംഗ്വേജും റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് വന്നിട്ട് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം ബിഫോർ എക്സിക്യൂഷൻ. സോ എക്സിക്യൂഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കോഡ് വന്നിട്ട് മെഷീൻ ലാംഗ്വേജിലായിരിക്കണം. സോ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം. സോ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ലെവൽ ലാംഗ്വേജസ് വന്നിട്ട് കമ്പൈലർ ഓർ ഇൻ്റർപ്രിറ്റർ എന്നുള്ള ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ യൂസ് ചെയ്യണം. ഓക്കെ, സോ ജസ്റ്റ് എക്സാമ്പിൾസ് ബേസിക് C++, ജാവ ഒക്കെയാണ് പോപ്പുലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഓഫ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ദെൻ നമുക്കതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് വരുന്നത് ഈസി ടു റീഡ്, റൈറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ആസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സ്. ഓക്കെ, സോ ഇംഗ്ലീഷ് ലൈക്ക് വേർഡ്സിൽ എഴുതിയത് കൊണ്ട് തന്നെ അത് റീഡ് ചെയ്യാനും അതേപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വേഗം കറക്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ റൈറ്റ് ചെയ്യാനും പ്രോഗ്രാം റൈറ്റ് ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമാണ് പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം.
കുറച്ചും കൂടി എളുപ്പമാണ്. ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ് ആർ ഡിസൈൻ ടു ഓവർകം ദ ലിമിറ്റേഷൻ ഓഫ് ലോ ലെവൽ ലാംഗ്വേജ്. സോ ലോ ലെവൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ്, അതുപോലെ അതിൻ്റെ ഡ്രോബാക്സ് പഠിച്ചു അല്ലേ. ഓരോ കോഡും അവിടെ ഓർത്തിരിക്കണം, അങ്ങനത്തെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ലിമിറ്റേഷൻസ് ഒക്കെ വന്നിട്ട് ഇവിടെ ഓവർകം ചെയ്തു. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ത് ചെയ്തു? ഓവർകം ചെയ്തു. ആൻഡ് ഇറ്റ് ഈസ് പോർട്ടബിൾ ലാംഗ്വേജ്. പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്തു, അത് എൻ്റെ സിസ്റ്റത്തിൽ റൺ ചെയ്തു. ഓക്കെ, എൻ്റെ സിസ്റ്റത്തിൽ റൺ ചെയ്ത് ഈ പ്രോഗ്രാം കോഡിന് തന്നെ എനിക്ക് വേറെ ഏത് സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് വേണമെങ്കിലും റൺ ചെയ്യിപ്പിക്കാൻ സാധിക്കും. പക്ഷേ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഓരോ മെഷീനും ഡിപ്പെൻഡൻ്റ് ആണ്. ഇത് വന്നിട്ട് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഏത് മെഷീനിൽ വേണമെങ്കിലും റൺ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ലെസ് എറർ പ്രോൺ, ഈസി ടു ഫൈൻഡ് ആൻഡ് ഡീബഗ് എറേഴ്സ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസർ അത്രയും അറിഞ്ഞിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ, എളുപ്പമായതുകൊണ്ട് തന്നെ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഈസി ടു ലേൺ, ഈസി ടു മെയിൻറ്റെയിൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ എറർ വരാനുള്ള സാധ്യത വന്നിട്ട് കമ്മിയാണ്. അഥവാ എറർ വരികയാണെങ്കിലും കൂടി അതിന് എളുപ്പത്തിൽ റെക്ടിഫൈ ചെയ്യാനും പ്രോഗ്രാമർക്ക് സാധിക്കും. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡീഷണൽ ട്രാൻസ്ലേഷൻ വേണം. ഓക്കെ, അഡീഷണൽ ട്രാൻസ്ലേഷൻ വേണം പറയുമ്പോൾ അതിന് കുറച്ച് ടൈമും കൂടി എടുക്കും. ഓക്കെ, നെക്സ്റ്റോ സ്ലോവർ ദാൻ ലോ ലെവൽ ലാംഗ്വേജ്. ഡെഫിനറ്റ്ലി സ്ലോവർ ദാൻ ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ബിക്കോസ് ലോ ലെവൽ ലാംഗ്വേജ് വന്നിട്ട് നമ്മുടെ സിസ്റ്റം ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യും, ഡയറക്റ്റ്ലി അത് വന്നിട്ട് എക്സിക്യൂഷൻ ചെയ്യുകയും ചെയ്യും. ഇവിടെ വന്നിട്ട് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻ അറിയുക തന്നെയല്ല. സോ അവിടെ എന്താണ്, അവിടെ ട്രാൻസ്ലേഷൻ ചെയ്യണം, ദെൻ അത് വന്നിട്ട് റൺ ചെയ്യണം. സോ ഡെഫിനറ്റ്ലി അത് വന്നിട്ട് മെഷീൻ ലാംഗ്വേജിനെക്കാട്ടി സ്ലോ ആണ്. ഓക്കെ, ദെൻ നമ്മൾ രണ്ട് തമ്മിൽ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ആർ ജനറലി ലെസ് മെമ്മറി എഫിഷ്യൻറ്റ്. നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് മെമ്മറി എഫിഷ്യൻറ്റ് എന്നുള്ളൊരു ക്രൈറ്റീരിയ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് കുറച്ച് ബാക്കിലാണ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് മെമ്മറി എഫിഷ്യൻ്റാണ്, അത് കറക്റ്റായിട്ട് മെമ്മറിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മെഷീൻ ലാംഗ്വേജ് നോക്കും. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അത് കമ്പ്യൂട്ടർ തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല. ഓക്കെ, cannot communicate directly with the hardware. Okay, that means ഹൈ ലെവൽ ലാംഗ്വേജ് ഒരിക്കലും നമ്മളുടെ ബാക്കിയുള്ള ഹാർഡ്വെയർസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജ് വന്നിട്ട് എല്ലാ ഹാർഡ്വെയർസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യും. സോ അത് വെച്ച് നോക്കുമ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഏതൊരു ഹാർഡ്വെയർസുമായിട്ടും ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, എന്താണ് ഇതിൻ്റെ ഡിഫറൻസസ്? നമ്മൾ ഇത്രയും നോക്കിയ പോയിൻറ്റ്സ് തന്നെയാണ് ഇതിൽ വരുന്ന ഡിഫറൻസസ് എന്ന് പറയുന്നത്. വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കമ്പാരിസൺ. ദെൻ ലോ ലെവൽ ലാംഗ്വേജിന് നമുക്കറിയാം മെഷീൻ ഫ്രണ്ട്ലി ആണ്. ദ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡ് ദ മെഷീൻ ലാംഗ്വേജ്. ഓക്കെ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതിനും റിപ്പീറ്റ് ചെയ്യുകയാണത്. സീറോസ് വൺസ് ആണ്, ഡയറക്റ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മെഷീൻ ഫ്രണ്ട്ലി ആണ്. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് യൂസർ ഫ്രണ്ട്ലി ആണ്. എന്താണ്? യൂസർ ഫ്രണ്ട്ലി ലാംഗ്വേജ് ആണ്. ആൻഡ് സിമ്പിൾ ഇംഗ്ലീഷ് വേർഡ്സിലാണ് ഇത് വന്നിട്ട് റൈറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഹ്യൂമൻസിന് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ് ആണ്. ഓക്കെ, ദെൻ ലോ ലെവൽ ലാംഗ്വേജ് ടേക്സ് മോർ ടൈം ടു എക്സിക്യൂട്ട്